നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട് വൈത്തിരിയിലുള്ള ചേലോട്ട് ടീ ഫാക്ടറിയിലാണ്. അവിടെ ഇല നുള്ളുന്നത് നമ്മൾ കണ്ടു, പഠിച്ചു. എങ്ങനെയാണ് കൊളുന്തില നുള്ളുന്നത്, വഞ്ചിയില നുള്ളാതിരിക്കുന്നത് എങ്ങനെയാണ് എന്നത് നമ്മൾ പഠിച്ചു. അങ്ങനെ അവിടെ നിന്ന് നുള്ളിയെടുക്കുന്ന ചപ്പെന്നാണ് പറയുന്നത് പൊതുവെ, അല്ലേ? അപ്പോൾ അതിവിടെ വരുമ്പോൾ ആദ്യം എങ്ങോട്ടാണ് പോവുക? ആദ്യം പ്രോസസ്സിങ്ങിന് വെതറിംഗ് സെക്ഷനിലേക്ക് മുകളിലുള്ളതാണ് വെതറിംഗ് സെക്ഷൻ. അപ്പോൾ നമുക്ക് വെതറിംഗ് സെക്ഷനിലേക്ക് ഒന്ന് പോകാം. ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരും. അവിടെയും ഒരു കാലാവസ്ഥ ചൂടുപിടിക്കുന്നുണ്ട്. ഒരു കേസുമായി ബന്ധപ്പെട്ട ആ കേസിൻ്റെ വിഷയത്തിലേക്ക് കൂടി നമുക്ക് പോകാം. എൻ്റെ ഒപ്പം ഉള്ളത് ജോയി ആണ്. ജോയുടെ എത്ര കാലമായി ഇവിടെ എസ്റ്റേറ്റ് വന്നിട്ട്? 40 വർഷമായി വയനാട്ടിലെ ഒരേ സ്ഥലത്താണ്, അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ ചേലോട്ട് എസ്റ്റേറ്റിലുള്ള പ്രോസസ്സിംഗ് യൂണിറ്റിലാണ്. ഇവിടെ ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഇതിന് വെതറിംഗ് സെക്ഷനാണ്. വെതറിംഗ് സെക്ഷൻ. തേയിലയുടെ ജലാംശം കളയുക, മോയ്സ്ചർ കണ്ടന്റ് കളയുക. മോയ്സ്ചർ കണ്ടന്റ് കളയുന്ന സ്ഥലം 52% മോയ്സ്ചർ കണ്ടന്റ് കളയാണ്. 52% ഓർത്തഡോക്സ് സ്റ്റേയുടെ ഏറ്റവും വലിയ പ്രത്യേകത. 52% ഇവിടെ പ്രോസസ് ചെയ്ത് കളയും. ഇതുപോലുള്ള ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടയർ പോലെയാണ്. അല്ല, ഇത് വെതറിംഗ് സെക്ഷനാണ്. ഇതിൽ അടിക്കൂടെ ഹോട്ട് എയർ കൊടുത്തിട്ട്. ഹോട്ട് എയർ ആണോ കൊടുക്കുക? അതോ ചൂട് വെള്ളം ഒഴിക്കുമോ? അല്ലല്ലോ, ഹോട്ട് എയർ. ചൂട് കാറ്റാ ഒരു ബോക്സിന്റെ ഉള്ളിൽ കൂടെ ഹോട്ട് എയർ കൊടുത്ത് ഇത് വെതറിംഗ് ചെയ്തോണ്ട്. എത്ര സമയം ഇങ്ങനെ കിടക്കണം? അവിടെ 20 മണിക്കൂർ. 20 മണിക്കൂർ. ഇന്ന് ഇടുന്ന തേയില നാളെയാണ് ഇതിന്റെ പ്രോസസ്സിംഗ് കഴിഞ്ഞ് വരുള്ളൂ. അപ്പം ഇപ്പൊ ഏതെങ്കിലും പ്രോസസ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടോ? പ്രോസസ്സിംഗ് കഴിഞ്ഞു. ഇന്ന് വരുന്നത് നാളെ വരെ എടുക്കുള്ളൂ. നാളെ ഇടുക. അതിന്റെ വെതറിംഗ് കഴിഞ്ഞു. അതിൽ വെതറിംഗ് കഴിഞ്ഞാൽ അതിന്റെ ഇലയുടെ അവസ്ഥ കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ജ്യൂസ് മാത്രമേ ഇനി ഉണ്ടാവുന്നുള്ളൂ. ഇനി അതിന്റെ ജ്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ജലാംശം പൂർണ്ണമായും 52%, 52% ജലാംശം ഈ ഇലയുടെ കളഞ്ഞിട്ടാണ് ഇതിന്റെ പ്രോസസ്സിങ്ങിലേക്ക് പോവുക. ഇപ്പോൾ നമ്മൾ കാണുന്നത് നോക്കൂ, വെതറിംഗ് കഴിഞ്ഞിട്ടുള്ള ഇലയാണ്, അല്ലേ? ഇതിപ്പം എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ജ്യൂസ് മാത്രമേ ഉള്ളൂ. വെള്ളമോ മഞ്ഞോ ഒന്നുമില്ല, എല്ലാം പോയി. ഇതിപ്പോൾ 20 മണിക്കൂർ ഈ വെതറിംഗ് പ്രോസസ് കഴിഞ്ഞു. ഈ മെഷീൻ പറയുന്ന പേരെന്താ? എന്താണ്? ട്രഫ്. അപ്പൊ ട്രഫിൽ കിടന്ന് 20 മണിക്കൂർ ജലാംശം വറ്റി വരണ്ട് കിട്ടിയിരിക്കുന്ന ഇലയാണ്. അപ്പൊ ഇത് ഫസ്റ്റ് പ്രോസസിങ് കഴിഞ്ഞു, വെതറിംഗ് കഴിഞ്ഞു. വെതറിംഗ് കഴിഞ്ഞാലോ റോളിംഗ് റൂമിലേക്ക് ഹോളിലേക്ക് കൊടുക്കും. ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഇവിടുന്ന് ഇങ്ങനെ വാരി നേരെ താഴെ റോളറിലേക്ക് പോകും, അല്ലേ? അപ്പോൾ വെതറിംഗ് ആണ് ഫസ്റ്റ്. അത് കഴിഞ്ഞാൽ റോളറിലേക്ക് താഴേക്ക് ഇട്ട് കൊടുക്കും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ചായ ഫാക്ടറി വരുന്നപ്പോൾ ചായ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചായ കൂടെ കുടിച്ചോണ്ട് നമുക്കിന് വർത്തമാനം പറയാം, അല്ലേ ചേട്ടാ? അപ്പോൾ ഓക്കെ, താങ്ക് യു. ചേട്ടൻ്റെ പേരെന്താ? രാമേന്ദ്ര ചേട്ടൻ. ഓക്കെ, താങ്ക് യു. ഇത് നമ്മുടെ തേയിലയിൽ ഉണ്ടാക്കുന്ന അസൽ തേയില കേട്ടോ. അപ്പോൾ ആ തേയില നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ ഇവിടുത്തെ ഒരു പ്രൊഡക്ഷൻ്റെ ഒരു പ്രത്യേകത? ഓർത്തഡോക്സ് ടീ എന്ന് പറഞ്ഞു. അതായത് ട്രഡീഷണൽ ഓർത്തഡോക്സ് ടീ ട്രഡീഷണൽ ആണ്, പരമ്പരാഗത രീതിയിലുള്ള ചായ ആണ്. അപ്പൊ നമ്മള് മുകളിൽ നിന്ന് വെതറിംഗ് കഴിഞ്ഞു, ആ ഇല താഴേക്ക് വന്നാൽ ഇതെന്താണ്? റോളിംഗ്. വെതറിംഗ് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത സെക്ഷൻ റോളിംഗ് സെക്ഷൻ ആണ്. അപ്പോൾ 52% ജലാംശം കഴിഞ്ഞ് വരുന്ന ഇലകൾ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ട് കൊടുത്താൽ ആ ഇലകൾ ഇങ്ങനെ അരയ്ക്കും, അല്ലേ? ഇലകൾ ഈ ചന്ദനം അരയ്ക്കുന്ന പോലെ, അല്ലേ? 45 മിനിറ്റ് ആണ് റോളിംഗ് ടൈം. 45 മിനിറ്റ്. ഓക്കെ, ഇതാ നോക്കൂ, ഇതാണ് റോളിംഗ് പ്രോസസ്സ്, അല്ലേ? 45 മിനിറ്റ് ഇങ്ങനെ ആടിക്കൊണ്ട്. ഫസ്റ്റ് റോളിംഗ്. ഇപ്പൊ മാനുവൽ കൂടിയാണോ ഇത്? മാനുവൽ മാത്രമല്ല, രണ്ടും ഉണ്ട്. മാനുവലാണ്. ഇത് 45 മിനിറ്റ് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. ആണോ? 3 പേര് ചോദിച്ചിട്ട്. നമസ്കാരം, എന്താ പേര്? രാജു. ഷാപ്പിൽ കറങ്ങും, പക്ഷെ വേറൊന്നുമില്ല. കറങ്ങും. 45 മിനിറ്റ് ശേഷം ഈ ട്രോളിയിൽ ഇറക്കിയെടുക്കും. 40 മിനിറ്റ് കഴിയുമ്പോൾ ഇറക്കും. അതിനുശേഷം പേസ്റ്റ് അല്ല, പൗഡറായിട്ട് വരും. പൗഡർ അരച്ചരച്ച് പൗഡറാവും. അപ്പോൾ തേയില എങ്ങനെയാണ് ഈ തേയില കൊളുമ്പിൽ നിന്ന് പൗഡറായിട്ട് വരുന്നത് നോക്കൂ. ഇത് പൗഡറായിട്ട് വന്നു കഴിഞ്ഞു. ഇത് പൗഡറായി അല്ല, ഇത് പൗഡറാണ്. ഈ പൗഡർ ആ ഗ്രീൻ ലീഫ് സിറ്ററിൽ ചരിച്ചെടുക്കും. ഓക്കെ. അതിന്റെ അടിയിൽ വരുന്നത് സ്മാൾ പാർട്ടിക്കുലേഴ്സ് ഉണ്ടാവും. അത് പെർമെന്റേഷൻ ഏരിയയിൽ ഇടും. ആ പെർമെന്റേഷൻ ഏരിയയിൽ ഇട്ട് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ ടൈമാണ് പെർമെന്റേഷൻ ടൈം. അതായത് ഓക്സിഡേഷൻ സംഭവിക്കുകയാണ്. അന്തരീക്ഷത്തിലെ ഓക്സിജനെ വലിച്ചെടുത്ത് കാർബൺ ഡയോക്സൈഡിനെ പുറത്തു വിടാം. ഓക്സിഡേഷൻ. ആ ഓക്സിഡേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റെഡിഷ് ബ്രൗൺ കളർ വരും. ആ കളർ വന്നതിന് ശേഷം മാത്രം ഡ്രയറിലേക്ക് വറക്കാൻ എടുക്കാൻ പാടുള്ളൂ. ലാസ്റ്റ് പ്രോസസ് ആണോ ഡ്രയർ? അല്ല, സെക്കൻഡ് തേർഡ് പ്രോസസ്. അത് കഴിഞ്ഞാലാണ് സിറ്റിംഗ്, ഗ്രേഡിംഗ് സെക്ഷൻ, ക്ലീനിങ് സെക്ഷൻ ഒക്കെ ഉണ്ട്. എങ്കിൽ മാത്രമേ ചായപ്പൊടിക്ക് ഓയിലി ബ്ലാക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നിന്നും ഒരു ചായപ്പൊടി എടുത്ത് ചായ ഇടണമെങ്കിൽ ഏത് പ്രോസസ്സിലാണ് നടക്കുക? അത് ലാസ്റ്റ് സിറ്റിംഗ് റൂമിലും ക്ലീനിങ്ങും ഗ്രേഡിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം. ഗ്രീൻ ടീ എന്ന് പറയുന്നത് എന്താ? ഗ്രീൻ ടീ വേറെ പ്രോസസ്സിംഗ് ആണ്. അത് നമ്മൾ ഇവിടെ എടുക്കുന്നില്ല.
ഇവിടെ ഇല്ല, ബ്ലാക്ക് ടീ മാത്രമേ ഉള്ളൂ. ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തം ദ ഹോൾ പ്രോസസ്സിംഗ് നടക്കുന്നത്. വെതറിംഗ് മുതൽ ഏറ്റവും ഒടുവിൽ നടക്കുന്നത് സിറ്റിംഗ്, ഗ്രേഡിംഗ്, ക്ലീനിങ് എല്ലാം നടക്കും അല്ലേ? അപ്പോൾ ആ ലാസ്റ്റ് പ്രോസസ്സ് വരെ നടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതിപ്പോൾ അരച്ചുകൊണ്ടിരിക്കുന്ന റോളിംഗ് സെക്ഷനാണ്. വെതറിംഗ് കഴിഞ്ഞു, ഡ്രയറിലേക്ക് പോകും, അവിടെ നിന്ന് അടുത്ത മെഷീനിലേക്ക് ഇങ്ങനെ പോയി ഘട്ടം ഘട്ടമായിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നുള്ളുന്ന തേയില എത്ര ദിവസം ആകുമ്പോഴാണ് തേയില 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം പൊടിയായി വരുന്നുള്ളൂ. പൊടി 24 മണിക്കൂർ കഴിഞ്ഞാവും. 24 മണിക്കൂർ ശേഷം ഇന്ന് നുള്ളുന്ന തേയില കൊളുന്ന് നാളെ ആകുമ്പോഴേക്കും പൊടി റെഡിയാവും, പാക്കിംഗ് റെഡിയാവും. ഒറ്റ ദിവസത്തെ ദ ഹോൾ പ്രോസസ്സിംഗ് ആണ് അല്ലേ? അതിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ഡ്രൈയിങ്ങിനാണ്, വെതറിങ്ങിനാണ്. 20 മണിക്കൂർ സമയമാണ്. അപ്പോൾ പുതിയ ചില വിവരങ്ങളും പ്രേക്ഷകർക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ കുടിക്കുന്ന ചായ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞു വരുന്ന തേയിലച്ചെടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചേലോട്ട് ടീ എസ്റ്റേറ്റിലാണ്. അവിടെ ഓർത്തഡോക്സ് ടീ നിർമ്മിക്കുന്ന ഒരു വലിയ എസ്റ്റേറ്റാണ്. ഇവിടുത്തെ എസ്റ്റേറ്റ് മാനേജറാണ് നമുക്കൊപ്പം ഉള്ളത്. ഇദ്ദേഹമാണ് ഈ ഫാക്ടറിയുടെയും ചുമതലക്കാരൻ അല്ലേ? എത്ര തൊഴിലാളികൾ ഈ ഫാക്ടറിയിലുണ്ട്? 35 തൊഴിലാളികളുണ്ട്. ജീവിതം എങ്ങനെയാണ് പൊതുവെ? തൊഴിലാളികളൊക്കെ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഹാപ്പിയാണ്. അത്യാവശ്യം ഇവർക്ക് ശമ്പളമൊക്കെ ഉണ്ടോ? തേയില പൊതുവെ പ്രതിസന്ധിയിലാണ്, തേയില കച്ചവടം പ്രതിസന്ധിയാണ്. നമ്മുടെ ചേലോട് എസ്റ്റേറ്റ് മാത്രമല്ല, മൊത്തത്തിൽ പ്രതിസന്ധിയുണ്ട്. പക്ഷേ ടൂറിസം കൂടി ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. വയനാട്ടിൽ നിന്നാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. എനിക്കൊപ്പം ഉള്ളത് ജോയിയാണ്. ചേലോട്ട് ടീ എസ്റ്റേറ്റിലെ വിശേഷങ്ങളും തേയില പ്രോസസ്സിങ്ങുമാണ് നമ്മളെ ഇപ്പോൾ പഠിപ്പിച്ചത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരും പഠിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ കൊളുന്തിലുള്ളി തേയില പൊടിയാകുന്നത് വരെയുള്ള പ്രോസസ്സിങ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കിനി പുറത്തേക്ക് പോവാം. ഇനിയും നമുക്ക് ചില ആളുകളെ കാണാനുണ്ട്.